നമ്മുടെ പുതിയ ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഇത് പറയുവാണ്. നമ്മുടെ ചാനലിൽ കൂടുതലും ഫാമിംഗ് കൃഷി റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഫാമിംഗ് വീഡിയോസിൽ എനിക്കിവിടെ കോഴി, താറാവ്, ടർക്കി ഒക്കെ വളർത്തലാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന രീതികളെ പറ്റി, എടുക്കുന്ന ഫുഡ് കാര്യങ്ങൾ, അതിന് രോഗങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാമെന്നുള്ളത്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ കിടക്കുന്ന കോഴികളിൽ എനിക്ക് ഗ്രാമശ്രീ കോഴികളാണ് ഞാനിവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇപ്പോൾ അവർ എനിക്ക് മുട്ട തന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന വീഡിയോയും അവരെ വളർത്തിക്കൊണ്ടിരുന്ന രീതികളും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വരുമാനം വന്നു തുടങ്ങുമ്പോൾ ഒരു വീഡിയോ ഇടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പം ഞാൻ ചെയ്യുകയാണ്. എനിക്കിപ്പം ഇവരൊക്കെ എനിക്ക് മുട്ട തന്നു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എനിക്ക് വരുമാനമൊക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കഷ്ടപ്പാടിന് ചെറുതായിട്ട് ഫലം കിട്ടി തുടങ്ങി എന്ന് പറയാം. പോസിറ്റീവ് കാര്യമല്ല, ഇതിനെ വളർത്തിക്കൊണ്ട് വന്നതിലുള്ള നെഗറ്റീവ് കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തി 1.5 മാസം പ്രായമുള്ള 45-50 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ, വാക്സിനേഷനൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരുന്നത്. ഗ്രാമശ്രീ കുഞ്ഞുങ്ങളാണ് എടുത്തുകൊണ്ട് വന്നിരുന്നത്. അത് 300 എണ്ണത്തിനെയാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ. അതിൽ 70 എണ്ണം പൂവന്മാരുണ്ട്. ഞാൻ 50 പറഞ്ഞത്, പക്ഷേ ഇച്ചിരൂടെ കൂടി 70 പൂവന്മാരും ഒഴിക്കാൻ കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതാണ് എനിക്ക് പിഴകൾ കിടക്കുന്നത് കേട്ടോ. അപ്പം അവർ വളർത്തിക്കൊണ്ട് വന്ന ഫുഡിൻ്റെ കാര്യങ്ങളും അതൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ചാനൽ നോക്കി അറിയാം എന്തൊക്കെ ഫുഡ് കൊടുത്താണ് കുഞ്ഞിലെ തൊട്ട് വലുതായപ്പം വരെ. ഇപ്പോൾ അവർക്ക് 7 മാസമായി. അപ്പോൾ എൻ്റെ ഈ കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയത് 6.5 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. എൻ്റെ ഗ്രാമശ്രീ കോഴികൾ മുട്ടയിട്ട് തുടങ്ങിയത് 6.5 മാസം കഴിഞ്ഞിട്ടാണ് അവർ മുട്ടയിട്ട് തുടങ്ങിയത്. എന്താ വെച്ചാൽ അത്ര ലേറ്റ് ആയിട്ടാണെന്നറിയില്ല, അത്യാവശ്യം വലിയ മുട്ടയാണ്. സാധാരണ കന്നിമുട്ട എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞി മുട്ടയാണ് കിട്ടാറ്. പക്ഷേ എൻ്റെ കോഴികൾ ഇടുന്ന മുട്ട അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. എല്ലാവരും ഞാനും കിഞ്ചി മുട്ടയൊന്നും ഇട്ടെന്നെ കളിപ്പിച്ചില്ല, എല്ലാം നല്ല മുട്ടയിട്ടൊക്കെ തന്നെ എനിക്ക് തന്നേക്കുന്നത്. അപ്പോൾ അവരൊക്കെ മുട്ടയിട്ട് തുടങ്ങി. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് 1-2 ദിവസങ്ങളാണ് അവർ മുട്ട ഇടുന്നത് കേട്ടോ. കാരണം ഇന്നിരുന്നൊരു നാളെ ഇടുന്നില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അറിയാം കോഴികൾ മുട്ട കിട്ടുന്നതും അവരിടുന്നത് നോക്കുമ്പോൾ ഒക്കെ അറിയാം. പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ മുട്ട ഇടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന സ്ഥലം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സെക്ഷൻ ഇടുന്നവർ അടുത്ത ദിവസം ഇട്ടിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ 1-2 ദിവസമാണ് എനിക്കിപ്പോൾ മുട്ട കിട്ടുന്നത്. ഒരു 3/4 ഭാഗം കോഴികളും ഇപ്പോൾ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാത്തിനും എടുത്താലും കാണത്തില്ല ഇച്ചിരി ഞല്ലിക്കൊടികളൊക്കെ. അപ്പോൾ ഈ കൂടെ നമുക്ക് കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. ഇച്ചിരി ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളതും അത്യാവശ്യം ആദ്യം നന്നായിട്ട് ഫുഡ് കിട്ടാതെ മാറിപ്പോയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിരിക്കും കുറച്ച് പേര് മുട്ട ഇടാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ ഇച്ചിരി മാറ്റിയിട്ട് ഫുഡ് കൊടുക്കാനൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കോഴിമുട്ടയ്ക്കൊക്കെ അത്യാവശ്യമൊക്കെ വില കൂടി. ഞാനിപ്പോഴും എൻ്റെ മുട്ട 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ റേറ്റ് ഇത്തിരി കൂട്ടണമെന്ന് വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും ആലോചിക്കും അടുത്ത മാസത്തെ കൂട്ടി തുടങ്ങാം. പക്ഷേ ഇതുവരെ ഞാൻ കൂട്ടി തുടങ്ങിയിട്ടില്ല. മറ്റുള്ള ഇടത്തൊക്കെ മുട്ടയുടെ വില കൂടുന്നുണ്ട്. അപ്പം ഞാൻ ഇച്ചിരിയൊക്കെ കൂട്ടാം. കാരണം നമ്മൾ വാങ്ങിക്കുന്ന ഫുഡിൻ്റെയും നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും എല്ലാം വെച്ചിട്ട് ഒരു കണക്കുണ്ടല്ലോ, നമുക്ക് എന്തുമാത്രം പേഴ്സണൽ ലാഭം ഉണ്ടെന്നുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ ഈ ഇത് വെച്ചിട്ട് എനിക്കിപ്പം അതിന് ഫുഡ് വാങ്ങിക്കാനുള്ള ചിലവ് ഒക്കെ കുറച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് ലാഭം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഇവന്മാരെ കുറച്ച് ക്ലിയർ ചെയ്യണം. കാരണം ഇവന്മാരുടെ ഫുഡ് ഇടി എന്ന് വെച്ചാൽ അപാര ഫുഡ് ഇടിയാണ്. പിന്നെ ഈ പൂവന്മാരെ കുറച്ച് മാറ്റിയിട്ട് ഫുഡ് കൊടുത്ത് വേണം വളർത്താൻ. നമ്മൾ ഈ കോഴികൾക്ക് കൊടുക്കുന്നത് മുട്ടക്കോഴിയുടെ തീറ്റയാണല്ലോ, ലെയർ മാഷ് ഫേസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇവന്മാരടിച്ച് കയറ്റി ഇവന്മാരുടെ ബോഡി അത്ര കനക്കണമെന്നില്ല. അപ്പോൾ അവന്മാർക്ക് എന്നാ പറഞ്ഞേ വേറെ മറ്റേ കോഴിയെ തീറ്റയുണ്ടല്ലോ, മുട്ടക്കോഴി കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേജ്. അപ്പോൾ അത് വേണം വാങ്ങിക്കൊടുക്കാൻ. അപ്പോൾ അത് വാങ്ങിച്ചിറച്ചി കോഴിയുടെ തീറ്റ വാങ്ങിച്ചു കൊടുത്താലേ അവന്മാർക്ക് ഇച്ചിരി കനം ഉണ്ടാകത്തുള്ളൂ. അവന്മാരെയൊക്കെ കരപ്പിച്ചെടുത്ത് കുറച്ച് ഒന്ന് മാറ്റണം, സെയിൽ ചെയ്യണം. ബാക്കി പെടക്കോഴിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം. ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഈ ചൂട് ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ കോഴികളെ എടുത്ത് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവരൊക്കെ ഇട്ട് തുടങ്ങി കുറച്ചാകുമ്പോഴത്തേനും അവർ മുട്ടയിട്ടൊക്കെ റെഡിയായി വരണമല്ലോ. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. പിന്നെ രോഗങ്ങൾ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. കോഴികളെ നന്നായിട്ട് നമ്മൾ മുട്ട പറിക്കാൻ മാത്രം പോരാ, നന്നായിട്ട് കോഴികളെ ശ്രദ്ധിക്കണം. ഒത്തിരി ആൾക്കാരെന്ത് ചോദിക്കുന്നുണ്ട് ഈ അസുഖം വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ അസുഖത്തിന് നമ്മൾ മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഓരോ തൂങ്ങി നിൽക്കുന്നതിന് എന്താ മരുന്ന് ചോദിച്ചാൽ, ഒരു കോഴി തൂങ്ങി നിൽക്കുവാണെങ്കിൽ അതിന് ഒത്തിരി അസുഖത്തിന് ലക്ഷണങ്ങളായിട്ടാണ് തൂങ്ങി നിൽപ്പുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പതെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതെങ്കിൽ ആദ്യമേ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് തന്നെ അതിനെന്താ അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കണം. അസുഖം വന്ന കോഴികളെയൊക്കെ മാറ്റിയിടണം. നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾക്കിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. ഒത്തിരി പേര് ചേച്ചിമാരൊക്കെ അടുത്ത് പറയാറുണ്ട് ഒരു കോഴി ചത്തുപോയി, എത്ര എണ്ണം ചത്തുപോയി. നമ്മൾ കേൾക്കുമ്പം തന്നെ നമുക്ക് സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ സ്പെഷ്യലായിട്ട് കെയറിങ് എടുക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ ഷെയർ ചെയ്യുവാണ്. നമ്മൾ ഈ മുട്ട വാങ്ങി സൂക്ഷിക്കുമ്പോഴത്തേനും നമ്മൾ ഒരിക്കലും അത് വാഷ് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കില്ല. ഒട്ടുമിക്ക ആൾക്കാരും മുട്ട വാങ്ങി ഫ്രിഡ്ജിലാണ് കീപ്പ് ചെയ്യാറുള്ളത്. കാരണം ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് മുട്ട വെളിയിൽ വെച്ചാൽ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്.
മുട്ട വാങ്ങിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ പൊടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഉണങ്ങിയ ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാൻ. അല്ലാതെ കഴുകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കല്ല. കാരണം എന്ന് വെച്ചാൽ ഈ മുട്ടയുടെ തോടിൻ്റെ പുറത്തായിട്ട് ഒരു നേർത്ത രീതിയിൽ ഒരു കോട്ടിംഗ് ഉണ്ട്, ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ്ങാണ് നമ്മൾ മുട്ടയെ കുറച്ചൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വാഷ് ചെയ്യുമ്പം ആ കോട്ടിങ് പോവും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ചെറിയ സൂക്ഷ്മ സുഷിരങ്ങൾ വഴി അതിനകത്ത് കീടാണുക്കളൊക്കെ കയറാൻ, ബാക്ടീരിയയിൽ അകത്ത് കയറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വേണം സൂക്ഷിച്ച് വെക്കാൻ. വാഷ് ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും എടുക്കുന്നത് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് ഈർപ്പമൊക്കെ ആയി കഴിയും പിന്നെ എടുത്ത് അകത്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾക്ക് ഈ മുട്ടയുടെ അതേ ഗുണങ്ങൾ അങ്ങനെ കിട്ടത്തില്ല. അപ്പം അതുപോലെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും ഗുണമുള്ള ഡെയിലി ഓരോ മുട്ട വെച്ച് എന്നാ അസുഖക്കാരായാലും ശരി, എന്നാ അസുഖമുള്ളതായാലും ശരി, ഡെയിലി ഒരു മുട്ട പുഴുങ്ങി കഴിച്ച് വെച്ച് ഒരിക്കലും ദോഷം ഉണ്ടാകത്തില്ല, ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പ്രോട്ടീൻ റിച്ച് ഫുഡാണ് മുട്ട. അപ്പോൾ ഡെയിലി എല്ലാവരും ഓരോ മുട്ട കഴിക്കുക. നല്ല മുട്ട കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. വീടുകളിലൊക്കെ ഇപ്പോൾ വളർത്താത്തതൊരു ചുരുക്കമാണ്. നല്ല മുട്ട കിട്ടുന്ന സ്ഥലത്തു നിന്ന് വാങ്ങി ഡെയിലി ഉപയോഗിക്കുക. എല്ലാവരുടെ ഹെൽത്തൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വരട്ടെ. അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. നല്ല പ്രതിരോധ ശക്തി ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ എന്നും ഓരോ മുട്ട വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കോഴിക്ക് വെള്ളം എപ്പോഴും കൊടുക്കുക. നല്ല ചൂട് സമയമാണ്, വെള്ളം കൊടുക്കുക. പച്ചിലകൾ നന്നായിട്ട് കൊടുക്കുക. വെള്ളപ്പാത്രമൊക്കെ ഡെയിലി വാഷ് ചെയ്ത് വേണം കൊടുക്കാൻ. ഇല്ലെങ്കിൽ അത് ബാക്ടീരിയലൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഈ കോഴികൾക്ക് തൂങ്ങലും ഒക്കെ വന്ന് അത് അതിൻ്റെ ചത്തുപോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയായിട്ട് തന്നെ വേണം കൊടുക്കാൻ. ഇപ്പോൾ രാവിലെ നല്ല വൃത്തിയായിട്ട് തീറ്റ കൊടുത്ത പാത്രമാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ? ഉച്ച കഴിഞ്ഞ് ഫുഡ് കൊടുക്കുമ്പോഴും ഇത് മൊത്തവും വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത സെക്ഷൻ കൊടുക്കാൻ. അങ്ങനെ കൊടുക്കാവുള്ളൂ. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഇരട്ടി നഷ്ടം ഉണ്ടാവും കേട്ടോ. പിന്നെ ഒത്തിരി കോഴികളൊക്കെ ഉള്ളവരാണെങ്കിൽ മുട്ടയിട്ട് കഴിയുമ്പോൾ മുട്ട അപ്പം തന്നെ ഒന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒത്തിരി മുട്ടയൊക്കെ ആയി കഴിയുമ്പോഴേ അത് പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കുടിച്ച് അതിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊത്തി കുടിക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ എൻ്റെ കോഴികൾ ഇതേവരെ മുട്ടയൊന്നും കൊത്തി കുടിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഒത്തിരി മുട്ടയാകുമ്പോൾ മുമ്പ് അതൊന്ന് മാറ്റി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കണം. ഇപ്പോൾ ഒത്തിരി കോഴികളുണ്ട്, നമുക്ക് ഒത്തിരി അത്ര എല്ലാ കോഴികളും ഉണ്ടാക്കാൻ മുട്ടയിടാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു 4-5 സ്ഥലത്തായിട്ടായിരിക്കും മുട്ടയിടാൻ സൗകര്യം ഉണ്ടാക്കി വെച്ചേക്കുക. അപ്പോൾ അത് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് വാങ്ങുന്ന കാൽഷ്യം സിറപ്പൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് പുറത്ത്, അതിന് റേറ്റൊക്കെ. അപ്പോൾ നമ്മളത് ഈ മുട്ടയുടെ തോടുകളൊക്കെ ഉണ്ടാവുമല്ലോ, മുട്ടകളുടെ തോട് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നതും അത് പുറത്തു നിന്ന് കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അതെല്ലാം കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഉണക്കിയിട്ട് ഒന്ന് പൊടിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന തീറ്റയുടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് കാൽഷ്യമാണ് കേട്ടോ കോഴിക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മുട്ടത്തോടൊക്കെ ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. അതും പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട്, തീറ്റയ്ക്കകത്തിട്ട് ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കോഴിക്ക് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ മുട്ടയൊക്കെ കൊത്തി കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ കോഴികളെ ഡെയിലി വാച്ച് ചെയ്യണം കേട്ടോ. ഫുഡ് കൊടുക്കുമ്പോഴും ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും തീറ്റ കിട്ടാതെ എടുക്കാതെയൊക്കെ മാറി നിൽക്കുന്നുണ്ടോ, എന്തെങ്കിലും തൂങ്ങലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഞാൻ ഡെയിലി ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. അത് ആദ്യമേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മറക്കല്ല്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഞാൻ ഈ പറഞ്ഞത് റിലേറ്റഡ് ആയിട്ടോ നേരത്തെ ചെയ്ത വീഡിയോസിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിലിട്ടാൽ മതി. ഉറപ്പായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.